വിദേശ സഞ്ചാരികളെ ആകർഷിക്കാനെന്ന പേരിൽ ടൂറിസം വകുപ്പ് വകയിരുത്തിയിരിക്കുന്നത് 17,71,00,000 രൂപ. അതേസമയം ഫയലിൽ ഒപ്പിട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് കുടുംബസമേതം വിദേശത്ത് ഉല്ലാസയാത്രയിലാണ്. സംസ്ഥാന സർക്കാർ കടുത്ത ധനപ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ടൂറിസം വകുപ്പിന്റെ ധൂർത്ത്. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാനും വകുപ്പിന്റെ സൈറ്റ് മെയിന്റനൻസും എന്ന പേരിലാണ് 17,71,00,000 രൂപ ടൂറിസം വകുപ്പിന് അനുവദിച്ചു നൽകിയത്. വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വിദേശത്ത് ടൂർ പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള 8 ഫയലുകളാണ് ഒപ്പിട്ടത്. കൂടാതെ വിനോദസഞ്ചാര വകുപ്പിന്റെ സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിനായി 76 ലക്ഷം രൂപ അധികമായി അനുവദിച്ചു. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ മന്ത്രിയെക്കുറിച്ചും വകുപ്പിനെക്കുറിച്ചും പുകഴ്ത്തിപ്പാടാനാണ് ഈ അധിക തുക അനുവദിച്ചിരിക്കുന്നത്. ഈ ന്യൂസ് ലെറ്റേഴ്സ്, ഇ കാർഡ് തുടങ്ങിയ ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി 3 ലക്ഷം രൂപ അധികം അനുവദിച്ചു. ചുരുക്കം പറഞ്ഞാൽ വകുപ്പിന്റെ അനാവശ്യ പ്രചരണത്തിനായിട്ടാണ് 20 കോടിയോളം രൂപയുടെ ഫയൽ പൊതുമരാമത്ത് മന്ത്രി ഒപ്പിട്ടതിനു ശേഷം കുടുംബസമേതം വിദേശത്തേക്ക് ഉല്ലാസയാത്ര പോയത്. സംസ്ഥാനം അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ലൈഫ് പദ്ധതിക്ക് വേണ്ടിയുള്ള തുകകളിൽ നിന്ന് പോലും വകമാറ്റി വെച്ചുകൊണ്ടാണ് ദൈനംദിന ചെലവ് നടത്തുന്നത്. ഇതിനിടയിലാണ് ടൂറിസം വകുപ്പിന്റെ ധൂർത്ത്. ജനം, തിരുവനന്തപുരം.